ഹലോ, എല്ലാവർക്കും നമസ്കാരം. മാർവൽ ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു എക്സ്ക്യൂസ്, ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് ഇടുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കുറവുകളൊക്കെ ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇത് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രണ്ട് ഇലാസ്റ്റിക്കും ബാക്ക് പ്ലെയിനുമായിട്ടുള്ള നൈറ്റിയാണ്. സിമ്പിളായിട്ട് വേഗം തയ്ച്ചെടുക്കാൻ പറ്റുന്ന നൈറ്റിയാണ്. അപ്പോൾ അത് മുമ്പ് ഒരെണ്ണം ചെയ്തപ്പോൾ എനിക്ക് കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടെ എന്നുള്ളത്. വോയിസ് ഇതേവരെ കൊടുത്തിട്ട് ശീലമില്ലാത്ത കാരണം ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നീങ്ങിപ്പോയതായിരുന്നു. പിന്നെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പറയുക എല്ലാവരും. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ എടുത്തിരിക്കണത് നൈറ്റി ബിറ്റ് 3 മീറ്ററിൻ്റെ നൈറ്റി ബിറ്റാണ്. അതിങ്ങനെ നീളത്തിൽ ഓപ്പൺ ആക്കിയിട്ട് നീളത്തിൽ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് വെട്ടാൻ പറ്റിയ വിധത്തിൽ നമ്മൾ മടക്കിയിടുക. അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പിന്നെ ഇതിൻ്റെ ഫോൾഡഡ് സൈഡിൻ്റെ വശത്തേക്ക് ഓപ്പൺ സൈഡ് ഈ പുറത്ത് പോകാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് നമുക്ക് കട്ടിങ് കാണിച്ചു തരാം ഈ വീഡിയോയിൽ. പിന്നെ സ്റ്റിച്ചിങ് നാളത്തെ വീഡിയോയിൽ ഇട്ട് തരാം. രണ്ടും കൂടെ ലെങ്തി ആവും, അതാണ്. അപ്പോൾ ഈ ഫോൾഡർ സൈസിൻ്റെ ഭാഗത്ത് ആദ്യം നമുക്ക് ഇതിനകത്ത് സ്ലീവ് അടയാളം ചെയ്യാം. പിന്നെ ഇത് ഫ്രണ്ട് കുറച്ച് വ്യത്യാസം വരുന്ന കാരണം ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് തന്നെ ഇട്ട് വെട്ടണം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് സ്ലീവ് അടയാളം ചെയ്യാം. കാണാനുണ്ടോ എല്ലാവർക്കും? ഈ ഭാഗത്തുനിന്ന് സ്ലീവിന് ഒരു 7, പിന്നെ നമ്മൾ പീസ് വെച്ച് കൊടുത്താൽ മതി. ലെങ്ത്ത് വേണമെന്നുള്ളവർക്ക് ഈ 7 എടുക്കുക. ഇവിടെ നിന്ന് ഒരു 2 കൂടെ അടയാളം ചെയ്യുക. ഇനി ഇവിടെ ഒരു 9, പിന്നെ ഈ 2 എടുത്ത് കൊടുത്തുനിന്ന് ഒരു 10 അടയാളം ചെയ്യാം. എവിടേക്ക് 10 ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഈ 10ലേക്ക് 7, 9ലേക്ക് സ്ലീവിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ കൈ അങ്ങോട്ട് നമ്മളെ കൈക്ക് അടയാളം ചെയ്തില്ലേ, അതങ്ങോട്ടേക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസാണ്. ബാക്ക് പീസിൽ 2 മാറ്റിയിട്ട് ബാക്ക് പീസ് രണ്ടര, നെക്ക് വിത്ത് 2.5, ഷോൾഡർ 7.5, പിന്നെ കൈക്കുഴി 8 എടുക്കുക. ഇവിടെയും 7 തന്നെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യുക. ഉണ്ട്. ഇനി ഇവിടെ നിന്ന് ചെസ്റ്റ് 12 ഇഞ്ച്, ഈ കോർണറിൽ നിന്ന് 1.5, ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കണം. ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. അതിൽ നിന്ന് ബാക്കി 7.5 കിട്ടണ്ടേ നമുക്ക് ഇവിടെ എത്തോളം. അപ്പോൾ അതിൻ്റെ സെൻറ്റർ 3.25 അടുത്ത് വെച്ചു. പിന്നെ ഇങ്ങനെ ഒരു ഇത് വരച്ചു കൊടുക്കും. പിന്നെ ഇവിടെ നിന്ന് 3 ഇഞ്ച് നെക്ക് ലെങ്ത്ത്. ഇവിടെ എന്ത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരച്ചു കൊടുക്കുക കേട്ടോ. ഷോൾഡർ സ്ലോപ്പ്. ഇനി ഇവിടുന്ന് ഒരു 13 ഇഞ്ച് 12 ഇവിടെ എടുത്തത് നമ്മൾ. അപ്പോൾ 1/2 ഇഞ്ച് കുറച്ചാലും മതിയാവും. നൈറ്റി ആകുമ്പോൾ കുറച്ച് ലൂസ് എന്നിട്ട് 11.5 മതി. 20 അടയാളം ചെയ്തിട്ട്
ഇവിടെ ഒരു 13.5 14 എടുക്കും. കുറച്ച് ലൂസൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കും. ഇങ്ങനെ താഴോട്ട് ഷേപ്പ്. അപ്പോൾ ഇത് ബാക്ക് പീസ്. ഈ പീസ് കൊണ്ട് നമുക്ക് കൈക്ക് ലെങ്ത്ത് കൂട്ടാനൊക്കെ ഉപയോഗിക്കാം. ഫ്രണ്ടിൽ അതേപോലെ തന്നെ ഷോൾഡർ 7.5, ഇതൊരു 2.5, ഈ 2.5 എടുത്ത് കൊടുത്തുനിന്ന് 7.5 ലെങ്ത്ത് ഇങ്ങനെ നെക്കിൻ്റെ ആ ഭാഗത്തുനിന്ന് 7.5 അടയാളം ചെയ്യുക. 7.5 2.5 തന്നെയല്ലേ ഒന്ന് നോക്കിക്കൊള്ളുക. ഈ 7.5 തന്നെ ഇവിടെയും വരണം. പിന്നെ ഒരടയാളം ചെയ്യുക. പിന്നെ ഒരു 8 ഇഞ്ച് നമ്മൾ ഇത് കൊടുത്തില്ലായിരുന്നോ, അവിടെ നിന്നൊരു 8.5 9 ഇഞ്ചോളം താത്തിയിട്ട് 1 ഇഞ്ചോളം താത്തുക. 1 ഇഞ്ചോളം ഒന്ന് ലെങ്ത്ത് ഒന്ന് ഇറക്കിയിട്ട് വെച്ചാൽ 8 കൊടുത്തത് 9 ആക്കുക. 9 ആക്കിയതിന് ശേഷം അവിടെ നിന്ന് വേണം നമുക്ക് ചെസ്റ്റ് അടയാളം ചെയ്യാൻ. ഇവിടുത്തെ 14 ഇഞ്ച് 14 ഇഞ്ചൊക്കെ മതി. പ്ലീറ്റൊക്കെ ഇടുമ്പോൾ കറക്റ്റ് ആയി കിട്ടും. അപ്പോൾ ഇവിടെ ഒരു 9 ഇഞ്ചുണ്ട്. ഇതാ 9 ഇഞ്ച്. ഈ 9 ഇഞ്ചിൽ നിന്ന് 1.5 നമുക്ക് കോർണർ കൊടുക്കുക. 1.5 ഇഞ്ച് കോർണർ കൊടുക്കുക. പിന്നെ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. അവിടെ നിന്ന് അതിൻ്റെ നേരത്തെ ചെയ്ത മാതിരി തന്നെ ഇതിൻ്റെ പകുതി എടുക്കുക. 8.5 പകുതി 4.5 ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്തായാലും ഇവിടെ തയ്ച്ച് വരുമ്പോൾ കുറച്ച് വ്യത്യാസം കാണിക്കും. പിന്നെ നമ്മളത് ബാക്കും ഫ്രണ്ടും കൈൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ജോയിൻ ചെയ്ത് ഒരു ജോയിൻ്റൊക്കെ വരും. ആ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം രണ്ടും കൂടെ നമ്മൾ വെച്ചിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കലാണ്. എന്നിട്ടാണ് പിന്നെ കൈയൊക്കെ പിടിപ്പിക്കൽ. അപ്പോൾ അത് തയ്ച്ച് തുടങ്ങുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഇതിപ്പോൾ ഇങ്ങനെ തന്നെ. ഇനി ഇവിടെ ഇത് വല്ലാതെ ഒന്നും ഷേപ്പൊന്നും ചെയ്ത് കൊടുക്കണ്ട. ഇവിടെ ഇങ്ങനെ പ്ലീറ്റ് വരണ തന്നെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കൊടുത്താൽ മതി. ഇവിടെ ഇത് മെയിനായിട്ടുള്ള കാര്യം നമ്മൾ ചെയ്യാൻ വിട്ടുപോയി. ഇവിടെ നിന്ന് നമ്മൾ 7.5 അടയാളം ചെയ്തില്ലായിരുന്നു. ഇവിടെ നിന്ന് ഈ 7.5 ഇങ്ങോട്ട് നീട്ടി കൊടുക്കുക. ഈ വരയിലേക്ക് ഈ ഷേപ്പ് ചെയ്ത കൈക്കുഴി ഷേപ്പ് ചെയ്തതിലേക്ക് 7.5 നീട്ടി കൊടുക്കുക. എന്നിട്ട് ഈ 7.5 മൊത്തത്തിൽ ഇതങ്ങോട്ട് ജോയിൻ ചെയ്യുക. നേരെ തന്നെ ഈ 7.5 കൂടെ ഇവിടെ ഇതിപ്പോൾ 7.5 7.5 കൂടെ ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി അത് നേരെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇതിവിടെ നിന്ന് കട്ട് ചെയ്യുക.
ഈ ഫോൾഡഡ് സൈഡിൽ നിന്ന് 7 ഇഞ്ച്. ഇത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വന്ന ഭാഗമില്ലേ, അതിൽ നിന്ന് കൈക്കുഴിയൊക്കെ കട്ട് ചെയ്യുന്നിടത്തു നിന്ന് വന്ന ഭാഗത്തിൽ നിന്ന് ഞാൻ പീസായിട്ട് എടുത്തതാണ്. ഇത് വീതി 2 ഇഞ്ചുണ്ട്, ലെങ്ത്ത് 7 ഇഞ്ച് ഉണ്ട്. ഈ ഇതേപോലെ നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുത്താൽ തന്നെ ആ പീസ് നമുക്ക് നെക്കിൻ്റെ അവിടെ വെക്കാൻ പറ്റുന്ന, ഇലാസ്റ്റിക് വെക്കാൻ പറ്റുന്ന പീസ് കിട്ടുള്ളൂ. കാരണം അല്ലാണ്ട് നമുക്കിതിൽ നിന്ന് തുണികൾ കിട്ടാൻ ചാൻസ് ഇല്ല. കിട്ടും, കൈക്കധികം ലെങ്ത്ത് വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ കിട്ടും. ഇതിപ്പോൾ കുറച്ച് കൈക്ക് ലെങ്ത്ത് വേണം, അപ്പോൾ അതുകൊണ്ട് ആ പീസൊക്കെ കൈക്ക് വെക്കാൻ വേണ്ട വരും. അതുകൊണ്ടാണ് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൽ ഇലാസ്റ്റിക് വെച്ച് കൂട്ടിയെടുക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയെടുക്കാം. കുറച്ച് തുണി കുറവ്. ഇതിപ്പോൾ 4 പീസുണ്ട്. ഇത് നമുക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ 12 ഇഞ്ച് നീളത്തിലുള്ള പീസായിട്ട് കിട്ടും. 1.5 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് വെക്കണ ഭാഗം ആയിട്ട് വരും. അത് നാളെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിൽ ശരിക്കും കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിങ് വീഡിയോ. നാളെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരാം. ബൈ.